ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസിലെ നിന്ന് വരുന്ന കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നോക്കാം. ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് റെഫർ ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: 7, 13, 19 ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഫൈൻഡ് 12th ടൈം. കോമൺ ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമൺ ഡിഫറൻസ് എന്താണ്? രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു ഏത് വേണം? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 13 മൈനസ് 7 എത്രയാണ്? 13 മൈനസ് 7 6. ഞാൻ പറയുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾ ആൻസർ നിങ്ങൾക്ക് അറിയാവുന്ന അപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ആൻസർ അപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഡി നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡി കണ്ടുപിടിച്ചു. ഏത് സീക്വൻസ് തന്നാലും നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ നോക്കാം. 7, 13 നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. 7, 19 ഇങ്ങനെയുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് ഫസ്റ്റ് ടേമും തേർഡ് ടേമും തന്നിട്ട് നമ്മളോട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്കറിയാം ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് തേർഡ് ടേം വരെയുള്ള കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 2 ഡിയുടെ ഡിഫറൻസാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് 2 ടേംസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒരു തേർഡ് ടേമും ഒരു 9th ടേമും തന്നിരിക്കുന്നെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷനാണ് ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അങ്ങനെ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ തേർഡ് ടേമായിട്ട് കിടക്കുന്ന ഏത് നമ്പറാണോ അത് 9th ടേമായിട്ട് കിടക്കുന്ന ഏത് നമ്പറാണോ, ഇപ്പോൾ ഒരു 52 ആണെങ്കിൽ ആ നമ്പർ. ഈ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ടേം ഡിഫറൻസ് അപ്പോൾ നോക്കുമ്പോൾ 52 മൈനസ് 19 ഈക്വൽ ടു 52 മൈനസ് 19 ഡിവൈഡഡ് ബൈ പൊസിഷൻ 9 മൈനസ് 3. ഇങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഡി കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. x2 മൈനസ് x1 ചെയ്തു നമ്മൾ 6 നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. ഇനി നമുക്ക് 12th ടേം എന്ന് പറഞ്ഞാൽ x12 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. x12 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഞാൻ എഴുതട്ടെ. x12 കാണാനുള്ള ഇക്വേഷൻ ആണ് x1 പ്ലസ് 11d, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള വേറൊരു ഇക്വേഷൻ dn. ഡി ഏതാണ് ഇതിൻ്റെ? ഡി എത്രയാണ്? dn എന്താണ്? ഡി എന്താണ്? ഡി ഇവിടെ 6 ആണ്. 6 ഇൻറ്റു dn ഈക്വൽ ടു 12. d ഇൻറ്റു dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എത്രയാണ്? 6 ആണ്. കണ്ടു നോക്കിയാലോ. 6 ഇൻറ്റു 12 ഇൻറ്റു 6 അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 10 ഇൻറ്റു 6 16, 10 ഇൻറ്റു 6 60 പ്ലസ് 2 കൂടെ ഉണ്ട്. 6 ഇൻറ്റു 2 12 70, 60 പ്ലസ് 12 72 പ്ലസ് 7 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 1 73 ആണ് ഇതിൻ്റെ 12th ടേം. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ വന്ന ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഡി കണ്ടുപിടിക്കുക. x12 ആണ്, ഏതാണോ അതിൻ്റെ ഇക്വേഷൻ എഴുതും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 6th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 46. ഇറ്റ്സ് കോമൺ ഡിഫറൻസ് ഈസ് 8. അതായത് 6th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ്, ക്വസ്റ്റ്യൻ നോക്കാം. 6th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 46. 6th ടൈമിന് നമ്മൾ x6 എന്ന് എഴുതും അല്ലേ? ആൻഡ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് ഈസ് 8. x6 ഈക്വൽ ടു 46, കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 8. വാട്ട് ഈസ് ഇറ്റ് 16th ടൈം? 16th ടൈം എന്ന് പറഞ്ഞാൽ x16. ഇക്വേഷൻ എന്താണ്? നമുക്ക് x1 അറിയില്ല, d മാത്രമേ അറിയുള്ളൂ. 16 കണ്ടുപിടിക്കണം. പിന്നെ ഫൈൻഡ് ഇറ്റ്സ് 21st ടൈം. അതിൻ്റെ 21st ടേം കണ്ടുപിടിക്കണം. 16th ടേം കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ഇറ്റ്സ് 16th ടേം? ഫൈൻഡ് ഇറ്റ്സ് 21st. നമ്മൾ 16ാമത്തെ പദവും
21ാമത്തെ പദവും കണ്ടുപിടിക്കുക. മലയാളം മീഡിയംകാരുണ്ടെങ്കിൽ മലയാളത്തിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മൾ മലയാളത്തിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം വേറെ പ്രത്യേകിച്ച് ഡിഫിക്കൽട്ടായുള്ള കാര്യമില്ലാത്തതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ തന്നെ പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷിൽ തന്നെ മലയാളം ഇംഗ്ലീഷ് ചേർത്ത് പറയും നമ്മൾ. ടേം ഡിഫറൻസ് അത് നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് മലയാളത്തിൽ പറയാത്തത്. അപ്പോൾ നമുക്ക് x1 അറിയില്ല അല്ലേ. x1 അറിയില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? x6 നമുക്ക് 46 എന്നുണ്ട്. അപ്പോൾ x6ൻ്റെ ഒരു ഇക്വേഷൻ നമുക്കറിയാം. x6 ഈക്വൽ ടു എങ്ങനെയാണ് ഇക്വേഷൻ? ഡി നമുക്ക് തന്നിട്ടുണ്ട്, ഡി 8 തന്നിട്ടുണ്ട്. അപ്പോൾ x6ൻ്റെ ഇക്വേഷൻ dn 8 ഇൻറ്റു n 6 ആണ്. dn പ്ലസ് f മൈനസ് d 8 48 പ്ലസ് എഫ് മൈനസ് 8. ഇത് എത്രയാണെന്ന് തന്നിരിക്കുന്നത്? ഒന്ന് ഞാൻ ജസ്റ്റ് ഈ x6 നമുക്ക് തന്നിട്ടുണ്ട് 46 ആണ്. അപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചെഴുതാണ് കേട്ടോ. 48 പ്ലസ് എഫ് മൈനസ് 8 ഈക്വൽ ടു 46. 48 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 40 പ്ലസ് എഫ് ഈക്വൽ ടു 46. എഫ് ഈക്വൽ ടു 46 മൈനസ് 40 ഈക്വൽ ടു 6. നമുക്ക് എഫ് കിട്ടി. എഫ് എന്ന് പറഞ്ഞാൽ x1 കിട്ടി. x1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് x16 കണ്ടുപിടിക്കാം. x16 എങ്ങനെ കണ്ടുപിടിക്കും? x16 ഈക്വൽ ടു നിങ്ങൾ പഠിച്ചുള്ള ഇക്വേഷൻ തന്നെ d 8 ഇൻറ്റു n ഈക്വൽ ടു 16 പ്ലസ് എഫ് മൈനസ് എഫ് നമ്മൾ കണ്ടുപിടിച്ചു. എഫ് മൈനസ് d 8 അല്ലേ. അങ്ങനെ കിട്ടും 16 ഇൻറ്റു 8 എത്ര? 8 48 8 4 12 ശരിയല്ലേ. ഇത് വേണമെങ്കിൽ നോക്കാം. 8 ഇൻറ്റു 10 ഇൻറ്റു 8 80, 6 ഇൻറ്റു 8 40, 80 48 128 പ്ലസ് 6 മൈനസ് 8 വരുമ്പോൾ എങ്ങനെ വരും? ഇത് വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ മൈനസ് കിടക്കുന്ന വലിയ സംഖ്യ ആയതുകൊണ്ട് മൈനസ് ആയിരിക്കും. മൈനസ് 2 ആണ്. അപ്പോൾ എങ്ങനെ വരും? 126 ആണ് ഇതിൻ്റെ 16th ടേം. ഇനി 21st ടേം x21 എങ്ങനെ കണ്ടുപിടിക്കും? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എങ്ങനെ കണ്ടുപിടിക്കും? 20 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 20 എത്രയാണ്? 160 പ്ലസ് 8 168 പ്ലസ് ആണോ? 6 മൈനസ് 8 മൈനസ് 2 166. രണ്ട് ആൻസർ. ഒരു ആൻസർ x16 കണ്ടുപിടിച്ചു, x21 കണ്ടുപിടിച്ചു, ഡി കണ്ടുപിടിച്ചിട്ടില്ല. ഡി നമ്മൾ അറിയാമായിരുന്നു. നമ്മൾ എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് എഫും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ദ സം ഓഫ് ഫസ്റ്റ് 7 ടൈം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 140. ദ സം ഓഫ് ഫസ്റ്റ് 11 ടൈം ഓഫ് same arithmetic sequence is 440. What is the fourth term of this arithmetic sequence? ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് വരുന്നത്. വാട്ട് ഈസ് ദ ഫോർത്ത് ടേം ഓഫ് അരിത്മെറ്റിക്? നമുക്ക് എന്താ അറിയാം? ദ സം ഓഫ് ഫസ്റ്റ് 7 ടൈംസ്. ഫസ്റ്റ് 7 ടൈംസിൻ്റെ സം നമ്മൾ എങ്ങനെ എഴുതും? S7 ഈക്വൽ ടു എത്രയാണ്? 140. അതറിയാലോ. ദ സം ഓഫ് ഫസ്റ്റ് 11 ടൈം സെയിം ഇതിൻ്റെ ഫസ്റ്റ് 11 ടൈമിൻ്റെ S11 തന്നിട്ടുണ്ട്. എത്രയാണ്? 440. നമുക്ക് ഫോർത്ത് ടൈം കണ്ടുപിടിക്കാം. ഫോർത്ത് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഇത് 7 ടൈംസ് ഉണ്ട് അല്ലേ? 1 2 3 4 5 6 7. ഇതിൻ്റെ ഫോർത്ത് ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഫോർത്ത് ടൈം എന്ന് പറഞ്ഞാൽ ഇത് ഈ സീരീസിൻ്റെ മിഡിൽ ടൈമാണ്. ഇങ്ങനെ മിഡിൽ ടൈം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മിഡിൽ ടൈമിനെ ഇതിൻ്റെ ടോട്ടൽ സമ്മ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മിഡിൽ ടൈമിനെ കാണാനായിട്ട് സിമ്പിളായിട്ട് വേറെ ഇക്വേഷൻസിലേക്ക് ഒന്നും പോകണ്ട. നമുക്ക് നേരെ എന്ത് ചെയ്യണം? സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പേഴ്സ് ഈക്വൽ ടു സം എന്ന് പറഞ്ഞാൽ 140 ഡിവൈഡഡ് ബൈ 7. ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 140 ഡിവൈഡഡ് ബൈ 7 എത്രയാണ്? 20 അല്ലേ? അപ്പോൾ ഫോർത്ത് ടൈം 20 ആണ്. അപ്പോൾ നമ്മൾ വേറെ ഇക്വേഷൻ ചെയ്യാൻ പോകണ്ട. ഇത് മിഡിൽ ടൈം ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് നമ്മൾ ആവറേജ് കാണില്ലേ? ടോട്ടൽ സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഇതിൻ്റെ മിഡിൽ ടൈം കിട്ടും. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ഫൈൻഡ് ഇറ്റ് സിക്സ്ത് ടൈം.
സിക്സ്ത് ടേം ചോദിച്ചിട്ടുണ്ട്. സിക്സ്ത് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് 6 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 11 ടേംസിന് വന്നിട്ടുണ്ട്. 11 ടേം നോക്കി 1 2 3 4 5 6 7 8 9 10 11. നോക്കൂ, സിക്സ്ത് ടേം എന്ന് പറഞ്ഞാൽ 1 2 3 4 5 1 2 3 4 5. ഇതും മിഡിൽ ടേമാണ്. ഇതും നമുക്ക് എങ്ങനെ ചെയ്യാം? 440 ഡിവൈഡഡ് ബൈ 11 40. കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു നമുക്കറിയാം സിക്സ്ത് ടേം 40 ആണ്. എൻ്റെ ഇക്വേഷൻ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ ആണ് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടൈം ഏതൊക്കെയാണ്? 40 - 20 പൊസിഷൻ ഏതൊക്കെയാണ്? 6 - 4 ഈക്വൽ ടു 40 - 20 എത്രയാണ്? 20/2 ഈക്വൽ ടു 10 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ ഫസ്റ്റ് ടൈം ഓഫ് ദി സീക്വൻസ്. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കും നമുക്ക് ഏതെങ്കിലും ഒരു ഇതിൽ ഇക്വേഷനിൽ ആഡ് ചെയ്താൽ S4 എഴുതാം. S4 എന്ന് പറഞ്ഞാൽ S4 ഇക്വേഷൻ എന്താണ്? D × 4 + F. നമ്മൾ D നമുക്കറിയാം D10 ആണ്. അപ്പോൾ D എന്ന് പറയുമ്പോൾ 10 × 4 + F എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണം നമുക്ക് F - 10 ഈക്വൽ ടു എത്രയാണ്? 20 ആണ്. അപ്പോൾ 10 × 4 എന്ന് പറഞ്ഞാൽ 40 + F - 10 ഈക്വൽ ടു 20. 40 - 10 എന്ന് പറഞ്ഞാൽ 30 ആണ്. F + 30 ഈക്വൽ ടു 20. F ഈക്വൽ ടു 20 - 30 എത്ര വരും? പെട്ടെന്ന് കമൻറ്റ് ചെയ്ത്. 20 - 30 ഈക്വൽ ടു -10. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞത് -10 ആണ്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ എന്തെങ്കിലും പോർഷൻ മനസ്സിലാവാത്തുണ്ടെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം. അത് നമ്മൾ അടുത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനോടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ നിർത്താം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 1 2 3 20 വരെയുള്ളതിൻ്റെ ഫസ്റ്റ് സം. S20 ഈക്വൽ ടു n/2. n എന്ന് പറഞ്ഞാൽ 20/2 ഇൻറ്റു 1 x1 + xn. എളുപ്പമല്ലേ? 10 × 21 ഈക്വൽ ടു 210. വളരെ സിമ്പിളാണ്. അത് തന്നെ റൈറ്റ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 5 9 13. അതാണ് 5 9 13 ഓൾജിബ്രിക് സീക്വൻസ് എഴുതണം. അതിന് എന്തൊക്കെ ഉണ്ടെങ്കിൽ ഓൾജിബ്രിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ xnൻ്റെ ഇക്വേഷൻ എഴുതാണ് ഓൾജിബ്രിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ xn എന്നുള്ള xnൻ്റെ ഇക്വേഷൻ എന്താണ്? dn + F - d. ഇതിനകത്ത് d ഏതാണ് നമുക്കറിയാം? 4n + F 5 - d. എങ്ങനെയായിരുന്നു? 4n + 1. xn ഈക്വൽ ടു 4n + 1. ഇതാണ് ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 20 ടൈംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 5 9 13. ഇതിൻ്റെ 20 ടൈംസിൻ്റെ സം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് 20 ടൈംസിൻ്റെ സം എന്താണ്? 20 എഴുതണമെങ്കിൽ 20/n/2 ഇൻറ്റു x1 5 ആണ് പ്ലസ് ഇനി xn അറിയില്ലാത്തതുകൊണ്ട് xൻ്റെ ഇക്വേഷൻ എഴുതുന്നു. xൻ്റെ ഇക്വേഷൻ ഏതാണ്? dn. d നമ്മൾ കണ്ടുപിടിച്ചു. d എത്രയായിരുന്നു? d ഈക്വൽ ടു 4 ആണ്. dn n ഈക്വൽ ടു 20 ആണ്. നമ്മൾ 20 ടൈംസ് ആണ്. dn പ്ലസ് F - 5 - d ഈക്വൽ ടു 10 ഇൻറ്റു 5 പ്ലസ് 20 ഇൻറ്റു 4 80 പ്ലസ് 5 - 4 1 ഈക്വൽ ടു 86. 10 ഇൻറ്റു 86 ഈക്വൽ ടു 860. കിട്ടിയില്ല ആൻസർ? അപ്പോൾ ഇതുപോലത്തുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത് കുറേ എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ എന്താണ് നിങ്ങളുടെ ആവശ്യം, എത്ര ക്വസ്റ്റ്യൻസ്, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണം നിങ്ങളത് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തുതരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.